ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 125-ാമത്തെ സങ്കീർത്തനം ധ്യാനിക്കുകയാണ്. കർത്താവ് ജനത്തിന്റെ കോട്ടയാണ്. 5 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായിട്ട് നിലകൊള്ളും എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ്. ഇത് വാസ്തവത്തിൽ ഒരു സിയോൻ ഗീതമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ സിയോൻ പർവ്വതം പോലെയാണ്. ഒരിക്കലും ഇളക്കാനാവില്ല. അതൊരു വലിയ ഉറച്ച പാറയാണ്. പർവ്വതം പോലെയാണ്, എന്നേക്കും നിലനിൽക്കും. പർവ്വതങ്ങൾ ജെറൂസലേമിനെ ചുറ്റുന്നത് പോലെ കർത്താവ് എന്നേക്കും തന്റെ ജനത്തെ ചുറ്റുകയാണ്. ദുഷ്ടരുടെ ചെങ്കോല് നീതിമാന്മാരുടെ ദേശത്തിൽ ഒരിക്കലും ഉയരുകയില്ല എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. നല്ലവർക്കും ഹൃദയത്തിൽ നേർമയുള്ളവർക്കും ദൈവം അനുഗ്രഹം നൽകുമെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. എന്നാൽ വക്രമാർഗങ്ങളിൽ തിരിയുന്നവരെ കർത്താവ് ദുഷ്പ്രവർത്തിക്കാരോടൊപ്പം തകർക്കുന്നു എന്നും സങ്കീർത്തകൻ പറയുന്നു. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരു ഉറച്ച പാറ പോലെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും തകരുകയോ നശിക്കുകയില്ല. മറിച്ച് നീ ഞങ്ങളുടെ കോട്ടയാണ്. ആ ഒരു വലിയ ബോധം ഇന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.